സ്റ്റാലിനെ മുറിയിൽ നിന്നും പുറത്താക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേലാണെങ്കിൽ അബദ്ധവശാൽ സ്റ്റാലിൻ്റെ മുറിയിലേക്ക് അലീന കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് സ്റ്റാലിൻ്റെ മദ്യപാനം തന്നെയാണ്. മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ്റെ ആ ശീലം കണ്ടതും പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറി വന്ന അലീന പോവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാലിനാണെങ്കിൽ അലീനയെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരാ, എല്ലാം കൃത്യമായും വ്യക്തമായും അവളോട് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവൾ കുറച്ചൊക്കെ അനുസരണയോടെയും കുറച്ചൊക്കെ പക്വതയോടെയും തൻ്റെ ചിട്ടയ്ക്കും അനുസരിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന സ്റ്റാലിൻ മദ്യപാനം കഴിഞ്ഞതിനു ശേഷം അലീനയോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. ഇതേ സമയം അലീനയാണെങ്കിൽ സ്റ്റാലിനോട് പറയുകയാണ്, നിങ്ങളെൻ്റെ പപ്പ എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, ഇത് നിങ്ങളുടെ വീടും എന്നത് ശരി തന്നെയാണ്, പക്ഷേ മദ്യപിക്കുന്നത് തനിക്ക് ഇഷ്ടം തന്നെയുമല്ല. കൂടാതെ തന്നെ മദ്യപിച്ച് തന്നോട് സംസാരിക്കേണ്ട ആ ആവശ്യകതയുമില്ല എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ അലീനയുടെ മുൻപിൽ ആകെ ചെറുതായി പോവുകയാണ്. തൻ്റെ ചിട്ടയും ചിട്ടവശങ്ങളുമെല്ലാം സ്റ്റാലിൻ പറയാൻ ചെന്നത് മദ്യപിച്ചിട്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ മാനം അലീനയുടെ മുൻപിൽ കപ്പൽ കയറുകയാണ് എന്ന് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് കൂടി അലീന കൂട്ടിച്ചേർക്കുകയാണ്. അതായത് നിങ്ങളെന്നെ നല്ല രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളെന്നെ മകളായി അംഗീകരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് ഞാനിവിടെ നിന്നത്. ഇങ്ങനത്തെ പേക്കുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനിവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയിക്കോളാം. എൻ്റെ അച്ഛൻ എൻ്റെ ഒരു വിളിപ്പാട് അകലെയുണ്ട്. അച്ഛൻ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ വന്ന് കൊണ്ടുപോയിരിക്കും. അത് സത്യം തന്നെയാണ് എന്ന് പറയുന്നു. ദയവേത് മദ്യപിച്ചിട്ട് എന്നോട് സംസാരിക്കാനോ എൻ്റെ മുറിയിലേക്കോ വരരുത്. വീട് നിങ്ങളുടെ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ എനിക്ക് തന്ന മുറിയാണ്. എൻ്റെ മുറിയിലേക്ക് കടന്നു വരരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഞാനിവിടെ നിന്ന് പോയിക്കോളാമെന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. ഇതേസമയം അലീനയുടെ മുൻപിൽ നാണം കെട്ട് സ്റ്റാലിൻ അലീനയുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. തല താഴ്ത്തി നാണം കെട്ട രീതിയിൽ തന്നെയാണ് സ്റ്റാലിൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നത് എന്ന് കാണാൻ സാധിക്കും. കേണൽ സാറ് തല താഴ്ത്തി വരുന്നത് കണ്ട കാര്യസ്ഥൻ ആകെ അമ്പരന്ന് പോകുന്നുണ്ടെന്നും കാണാം. ആദ്യമായിട്ടാണ് ഒരാളുടെ മുൻപിൽ കേണൽ സാർ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത്. താൻ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഇതുവരെയും തല താഴ്ത്തി കണ്ടിട്ടില്ല. ഇത് എല്ലാത്തിൻ്റെയും തുടക്കമാണോ എന്ന് കാര്യസ്ഥൻ ചിന്തിക്കുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.